നമ്മുടെ ഉഷാറായിട്ടുള്ള ചിക്കൻ കറി കഴിച്ചിട്ട് മതി. ചിക്കൻ കറി ആണല്ലേ? എന്തായാലും സാരയുടെ കൈ വെച്ചുള്ള ചിക്കൻ കറി കഴിക്കാൻ കുറെ നേരം കാത്തു നിൽക്കുന്നു. എന്തായാലും പെട്ടെന്ന് തന്നേക്ക്. സാരയുടെ കയ്യിലുള്ള ചിക്കൻ കറി അടിപൊളി അടിപൊളി. നിങ്ങൾ കുറെ കഴിക്കൂ. കഴിച്ച് മടുക്കൂ. അത്രക്ക് ടേസ്റ്റ് അല്ലേ ഞാൻ അതിൽ ചേർത്തിരിക്കുന്നേ. അയ്യോ വിളമ്പല്ലേ, ഞാനുണ്ട്. ആഹാ, മക്കളെത്തിയോ? ഇരിക്കുന്നാല്. ശരി അച്ഛാ. ആഹാ, ശ്രുതിയുണ്ടല്ലോ. അത് പിന്നെ സാരയുടെ കൈപുണ്യം എനിക്ക് ശരിക്കും അറിയണം. ശരിക്കും വെച്ചാല് ശരിക്കും. എന്താ ശരി. കഴിക്ക് എല്ലാവരും നല്ലോടെ കഴിക്കട്ടോ. ഇന്ന് സാരയ്ക്ക് നല്ലോടെ കേൾക്കും. അതെനിക്ക് കാണണം. സത്യം ഒരു ടേസ്റ്റും ഇല്ല. ഇതിന് കഴിച്ചിട്ട് വെച്ചിട്ട് ഏറ്റവും അട്ടർ ഫ്ലോപ്പ് ഫുഡായിരുന്നു ഇത്. എന്തോ ഇത് പാചകം അറിയില്ലെങ്കിൽ പറഞ്ഞാ പോരെ. എന്താണ് ആശ ഇത്? ആശയും സാറും ചേർന്നിട്ട് ഞങ്ങളെ പട്ടിണി കേടാൻ വേണ്ടിട്ടായിരിക്കില്ലേ? ഒരിക്കലല്ല. അയ്യോ മേഡം, അത് പിന്നെ നല്ല രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഫുഡ് എങ്ങനെയാണെങ്കിൽ അപ്പൊ ചീത്ത ഫുഡ് എങ്ങനെയായിരിക്കും? എന്താ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? വാല് വെക്കാൻ പോലും കൊള്ളൂല. എന്തിനമ്മി ഇവരൊക്കെ വീട്ടിൽ വെച്ചിരിക്കുന്നേ? ഏക്കത്തിന് ഗെറ്റോട്ട് അടുപ്പിക്ക്. ഇവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവൂല. നല്ല ഫുഡ് വാല് വെക്കാൻ പറ്റില്ല. ശരിയാ വീട്ടിലായി പോയില്ലേ? ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കുന്നേ. എനിക്കെന്തായാലും ഇന്ന് ഫുഡ് വേണ്ട. ഇനി ഇത് തുടരെ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും ഉണ്ടാവില്ല ഈ വീട്ടില്. ഈ രഞ്ജന പറയുന്നത്. ഒരു ദിവസം ഉച്ചക്ക് ഫുഡ് കഴിക്കാതെ പോകുന്നത് അദ്ദേഹം. ഉപ്പും എല്ലാം കൂടി കറിയിലിട്ടിരിക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് രണ്ടുപേർക്ക് തരാട്ടോ. പറയുന്നത് ഞാൻ എന്താ തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്ക് ആരുമില്ല ഈ ലോകത്ത്. അങ്ങനൊന്നും പറയല്ലേ. ഞാനില്ലേ ആശിച്ചില്ല നിനക്ക്. ശരിയാ, ഞാൻ ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കൂല. അതേട്ടാ ഇത്ര വഴക്കേക്ക് കേൾക്കുന്നത്. പഠിത്തൊക്കെ ഉപേക്ഷിച്ചാ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. ഇനി ബോഗി തന്ന കാര്യം ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണേനു. ശ്രുതി, എന്നെങ്കിലും നീയെങ്കിലും മനസ്സിലാക്ക്. ഞാനോ ആരും മനസ്സിലാക്കിയാലും ഞാൻ നിന്നെ മനസ്സിലാക്കൂല. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്കറിയാലോ നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു. നീയെങ്കിലും മനസ്സിലാക്കിയല്ലോ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാതെ. അത് തന്നെ വലിയ കാര്യം. ആരല്ലാതെ വേറെ ആരാ മനസ്സിലാക്കാന്? കാരണം നിങ്ങൾ അവിടെ ചിക്കൻ കറി വെച്ച് പോയ സമയത്ത് ഞാനായിരുന്നല്ലോ അവിടെ നോക്കിയിരുന്നത്. ചിലപ്പോ എന്റെ കൈ അറിയാതെ ഉപ്പും പാത്രം എടുത്തിട്ട് ഞാൻ ചിലപ്പോ ഉപ്പിട്ടതാണെങ്കിലോ? എനിക്ക് അറിഞ്ഞൂടാ. നീയാണല്ലേ ഇതൊക്കെ ചെയ്തത്? ഓഫ് കോഴ്സ് ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇനിയുണ്ട് മോളെ, നീ നേരേക്കാൻ പോണേ ഉള്ളൂ. എന്നാലും അവൾ എന്തിനാ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കറിയാൻ പാടില്ല. ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കാൻ പാടില്ല. ദൈവം നിനക്കെന്തോ നല്ലത് വരാൻ വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിന്നെ നരകിപ്പിക്കുന്നേ. ശരി മമ്മി, ഞാൻ പോട്ടേട്ടോ. ഓക്കെ ക്ലാസ്സിലോട്ടായിരിക്കോ പോണ്ടത്? എന്തായാലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവൻ എവിടേക്കാ പോകുന്നത് എനിക്ക് പറയണം. സ്കൂൾക്ക് പോകുന്ന റൂട്ടിലല്ല ഇവൻ പോകുന്നത്. വേറെ എവിടേക്കോ ആണ് പോണ്. ഇവരെന്താ ഇവിടെ ചെയ്യുന്നേ? നിന്റെ സൈക്കിൾ എവിടെ? മറ്റേ സൈഡിൽ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്, ആരും കാണാതെ. എന്നാ വാ, പെട്ടെന്ന് നമുക്ക് പോകാം. ശരി. ഓ, കിടിലെ കൊച്ചാണ്. ഞാൻ ശരത്. അതിനൊന്നുമില്ല. വിളിച്ചേ കുട്ടിയുടെ പേരെന്താ? റോസി. ഓഹോ, കോഴിയാണെന്ന് തോന്നുന്നത്. കോഴിയോ? എവിടെ കോഴി? എന്റെ മുന്നിൽ തന്നെ. എവിടെ? നീ. ഓ, ഞാൻ കോഴിയൊന്നല്ല. എളുപ്പം എവിടേക്കാ പോകുന്നത്? ഞാൻ ഇവിടെ കരാട്ടെ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു, അവിടേക്ക് പോവാ. വെറുതെ എന്തിനാ കരാട്ടയ്ക്ക് പോയിട്ട് ശരീരം മെനക്കെടുത്തുന്നേ? അതന്നെ എനിക്ക് പറയണത്. എന്നോട് കൂടുതൽ ചൊറിയാൻ വരില്ലേ? അയ്യോ, വെക്കോ. അങ്ങനെ പോകാൻ പറ്റോ?
ഒന്റെ ദൈവമേ, എന്തൊരു അടിയായി പെണ്ണ് തന്നേ. ആരും കണ്ടിട്ടില്ല തോന്നുന്നത്. ആദ്യമായിട്ടാ ഒരു പെണ്ണിന്റെ അടുത്ത് അടി കിട്ടതേ. എന്നാ ശരി, പോവാം. ഓക്കെ. അല്ലടാ, ഇവിടെ ഒരു പടക്കം പൊട്ടിക്കണ ശബ്ദം കേട്ടല്ലോ. പടക്കോ? എനിക്കറിയാൻ പാടില്ല. ഓ ശരി എന്നാ. എടാ, എന്റെ വായില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കൂ. ഏതെങ്കിലും പല്ല് ഇളക്കിയിട്ടുണ്ടോ? അതെന്താടാ, ആരുടെന്തെങ്കിലും അടി കിട്ടിയോ? പോടാ അവിടുന്ന്. അങ്ങനെയൊന്നുമില്ല. ഇന്ന് രാവിലെ വീട്ടില് ചിക്കൻ കറി ആയിരുന്നു. ആ ചിക്കൻ കറിയുടെ പീസ് എന്തോ പലരിടിക്കൽ കുടുങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതോടെ ചോദിക്കുന്നേ. യൂണിഫോം മാറ്റിയിട്ട് വേറെ ഡ്രസ് ഇട്ടതോ? ഇത് മറ്റേ കോശരത്താണല്ലോ. മിക്കവാറും എന്തെങ്കിലും ഉടായിപ്പായിരിക്കും. കാണിച്ചരാ, ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കൂൾക്കാരെന്ന് പറഞ്ഞിട്ട് മമ്മിയെയും പറ്റിച്ച് പോണവര്. നല്ലോണം തരാം നിനക്ക്. ശരിയെന്നാ, വായ തുറക്ക്. നോക്കട്ടെ നോക്കട്ടെ, നല്ലോണൊക്കെ തുറക്ക്. ചെറുതായിട്ട് എന്തോ ബ്ലഡ് വരുന്ന പോലെ ഉണ്ട്. അയ്യോ, ഓ അതൊക്കെ പിന്നെ നോക്കാം. നമുക്ക് പെട്ടെന്ന് പോകാം. ശരി. ഇവിടെ കാര്യോ? ഇത് ആരെ വീടാ? ഹലോ, ഒന്ന് മാറ്റ അവിടുന്ന്. ഹലോ, കുറെ നേരായി. ആരാ? അയ്യോ, എബിന്റെ അമ്മ. നിനക്കത് വട്ടാണോ? എബിന്റെ അമ്മയോ? എടാ നിനക്ക് എന്തേ നീ എന്താ സ്കൂൾക്ക് പോവാത്തെ? സ്കൂൾക്കോ? ഇന്ന് സ്കൂളുണ്ടോ? ഇന് സ്കൂളൊക്കെ അവിടെ തന്നെ എന്നും ഉണ്ടാവാറുണ്ട്. അന്നെ അങ്ങോട്ട് കണ്ടിട്ട് കുറെ കാലായി. എന്താണ് ശരത്തെ, നിന്റെ മോനെ വഴി ധരിക്കാനേ ഈ അഞ്ചാമത്തെ പ്ലാൻ ആണോ? എന്റെ പൊന്നി എബിന്റെ മമ്മി, ഞാൻ അതിലൊന്നും വന്നതല്ല. ഇവൻക്ക് ഏതോ പെണ്ണ് പെടക്കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് കൊണ്ടുവന്നതാ. തമാശ പറയല്ലേ, എന്റെ മോൻ അങ്ങനെയല്ല. നീയാണ് ഇതിന്റെ ആളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ വാദിച്ചവൻ പ്രതിയായോ? സത്യമായിട്ടും ഇവനോട് ചോദിച്ചു നോക്ക്. അറിഞ്ഞു കൊടുക്കടാ. സത്യാണ് എബിനത്? അത് പിന്നെ കാര്യം പറ. ഇതാരെ വീടാ? സാറ. സാറയുടെ വീടോ? അപ്പൊ ശരിക്കും എബിൻ കാണാൻ വന്നത് തന്നെ? അതിനല്ലേ തള്ളേ. അല്ല, അതിനല്ലേ മമ്മി പറഞ്ഞത്. നീയല്ലേ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ. കാണിച്ചു തരാൻ നിനക്ക്. അയ്യോ, അവിടെ മമ്മി. കുമ്മി എന്നെ നാണം കെടുത്താനായിട്ട് പുറപ്പെട്ടിരിക്ക. മമ്മി, നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കണേ. നമുക്ക് പുറത്ത് വെച്ച് സംസാരിക്കാം. ഇവിടെ വെച്ച് സംസാരിച്ച എന്താ പ്രശ്നം? സാറ് കണ്ട് സാറിന്റെ ഫാമിലി കണ്ട വലിയ പ്രശ്നാവൂലേ? എനിക്കതൊരു പ്രശ്നമില്ല. പ്ലീസ് മമ്മി, നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കണ്ട. ഞാനൊന്ന് തീരുമാനിക്കട്ടെ. സാറേ, എനിക്കൊരു കാളില് കാണാനുണ്ടായിരുന്നു. അതിപ്പോ വെച്ച് കാണാം. അയ്യോ, പോവല്ലോ മമ്മി. ഇപ്പൊ നീ പറയുന്നത് ഞാൻ അനുസരിക്കണം. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലല്ലോ. അതുപോലെ തന്നെ ഇതും. എന്തൊരു കഷ്ടായത്. ആരെന്നൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. സാറേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോത് നിങ്ങൾ പറയുമ്പോ സാറെ കൊണ്ടുവരാൻ എന്തത്? നിങ്ങൾ ആരാധന ഡീറ്റെയിൽസ് തരൂ. അപ്പൊ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അവളെ കാണിച്ചു തരുള്ളൂ. അതെ, എന്നാലതാ ആ സൈഡിൽ നിൽക്കുന്ന ഒരു പയ്യനില്ലേ, അവന്റെ അമ്മയെ ഞാന്. എബിൻ, ഇതെന്താ സംഭവം? എബിന്റെ അമ്മയാണല്ലോ വന്നിരിക്കുന്നത്. എബിൻ എവിടെയോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഒരു കാര്യം ചെയ്യാം. ആരാ ഇതൊക്കെ? എനിക്ക് ആരും അറിയില്ല. ഓഹോ, അഭിനയിക്കാനൊക്കെ നിങ്ങൾ മിടിക്കാണല്ലോ. അഭിനയിക്കല്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. ശരി ശരി, വല്ലാതെ കൊണകൊണ അടിക്കണ്ട. പിന്നെ നിങ്ങൾ പറഞ്ഞ സാറ ഇപ്പൊ ഈ വീട്ടിലില്ല. പിന്നെ എന്ത്? സാറില്ലെന്നോ? അവളെ വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തോന്നിത്? ഓണം പറയലേ, കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയണം. സത്യേട്ടു, അല്ല നിങ്ങൾ ഈ വീട്ടിലാരാ? ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാ. അതോടെ എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് അറിയാം. സാർ ഇപ്പൊ ഈ വീട്ടിൽ ഇല്ലാന്ന്. ശരി, കൂടുതൽ തർക്കിക്കുന്നില്ല ഞാന്. സാറി വീട്ടിലല്ലോ, പിന്നെ ഇതിനോട് നിൽക്കുന്നേ. അയ്യോ,